ADGP MR അജിത് കുമാർ കൂടുതൽ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കോവളത്തെ ഹോട്ടലിൽ രാം മാധവിനെ കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കൂടിക്കാഴ്ചകളെന്ന് ആവർത്തിച്ച് VD സതീശൻ. RSS നേതാവിനെ കണ്ടതിൽ എന്താണ് തെറ്റെന്ന് K സുരേന്ദ്രൻ. കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന് CPI. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് കാരണം സ്വർണ്ണക്കടത്തിലെ നിർണായക വിവരങ്ങളെന്ന സംശയം ബലപ്പെടുന്നു. സ്വപ്ന സുരേഷിന് ബാംഗ്ലൂരുവിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് അജിത് കുമാർ എന്ന പ്രതി സരിത്. ലോക്ക്ഡൌൺ സമയത്ത് അതിർത്തി കടന്ന് സംസ്ഥാനം വിടാൻ റൂട്ട് മാപ്പ് ഒരുക്കിയത് ADGP. നിഷേധിക്കാതെ സ്വപ്ന. അന്വേഷണം വേണമെന്ന് അൻവർ. ഒരിക്കലും പോലീസിൻ്റെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നുണ്ട് ഉള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. മാമിയുടെ തിരോധാന അന്വേഷണം അട്ടിമറിച്ചത് അജിത് കുമാർ എന്ന് കുടുംബം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതീക്ഷ. CBI അന്വേഷണം തടയാൻ ശ്രമിക്കുന്നതായും അഭിഭാഷകൻ. മുട്ടിൽ മരംമുറിക്കേസ് പ്രതികൾക്കെതിരെ പരാതി നൽകി പോലീസ് ഉദ്യോഗസ്ഥർ. മരംമുറിക്കേസിലെ കുറ്റപത്രം തടയാനാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾ വ്യാജ പീഡന പരാതി ഉന്നയിച്ചതെന്ന് DYSP VV ബെന്നി. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം. നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നു. വിളിപ്പിച്ചത് പ്രത്യേക അന്വേഷണ സംഘം. സിനിമാ നയരൂപീകരണ സമിതി യോഗം തുടരുന്നു. ADGP MR അജിത് കുമാർ മുതിർന്ന RSS നേതാവ് രാം മാധവിനെ കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കോവളത്തെ ഹോട്ടലിൽ ആയിരുന്നു കൂടിക്കാഴ്ച. നേരത്തെ ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടു എന്ന് MR അജിത് കുമാർ സമ്മതിച്ചിരുന്നു. സ്വകാര്യ സന്ദർശനം എന്നായിരുന്നു വിശദീകരണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഹൊസബല്ലയുമായുള്ള കൂടിക്കാഴ്ച വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോഴിതാ കൂടുതൽ നേതാക്കളെ ADGP കണ്ടു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മേയിൽ RSS ദേശീയ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി തൃശൂർ പാറമേക്കാവിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം ആദ്യം പുറത്തുവരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളമാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്ന വിവരം. ഈ കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു RSS നേതാവായ റാം മാധവുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം. തിരുവനന്തപുരത്തായിരുന്നു 2 തവണ കൂടിക്കാഴ്ച നടത്തിയത്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. എന്തിനായിരുന്നു കൂടിക്കാഴ്ചകളെന്ന ചോദ്യമാണ് ഉയരുന്നത്. RSS നേതാവ് ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP MR അജിത് കുമാർ സമ്മതിക്കുമ്പോൾ വിവാദവും കനക്കുകയാണ്. ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ദുരൂഹത ആരോപിച്ചു. മാത്രവുമല്ല, തൃശൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഒരു ഭാഗത്തെ ആളിനെ വ്യക്തമായി. ഇനി തൃശൂർ പൂരം കലക്കിയതിന്റെ മറുവശത്തെ ആൾ ആരാണ് എന്ന് അറിയേണ്ടതുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ, ഇപ്പോ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പൊ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ്. നിങ്ങളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു. 2024 ഏപ്രിൽ മാസത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് ദത്താത്രേയ ഹൊസബലയും ADGP തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്ത VD സതീശൻ പറഞ്ഞപ്പോൾ അത് ഉണ്ടയില്ല വെടിയാണ്. രണ്ടും ഉണ്ടയില്ല വെടിയാണ്. ഒരു കാര്യമില്ലാതാണ് VD സതീശൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? 23-ൽ കൂടിക്കാഴ്ച നടത്തിയ ആള് 24-ലെ പൂരം കലക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ല, കണ്ടാൽ എന്താണെന്ന് ADGP ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ? അല്ല, എന്താണ് എന്താ നിങ്ങൾ എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത്? ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തെ ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി, എന്താ അതിൽ ഇത്ര ആനക്കാരിയിരിക്കുന്നത്? അല്ല, ADGP തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഇല്ലെന്ന് പറയുന്നത്?
കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിലാണ് EP ജയരാജൻ ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിച്ചത്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് ദിവസം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് വാർത്താസമ്മേളനം നടത്തി വെളിപ്പെടുത്തുകയും ചെയ്തു. PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിന്മേൽ ഇപ്പോൾ സർക്കാരിന്റെ അന്വേഷണം തുടരുകയാണ്. അൻവർ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉന്നയിക്കുകയും ചെയ്യുന്നു. ADGP അജിത് കുമാറിന് കൊലപാതകത്തിൽ പങ്കുണ്ട്, സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട്, മാഫിയ സംഘങ്ങളുമായും ലഹരികടത്ത് സംഘങ്ങളുമായും ബന്ധമുണ്ട് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. DGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്റെ സത്യസന്ധത മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബോധ്യപ്പെടുത്താനാണ് അജിത് കുമാർ ശ്രമിക്കുന്നത്. ദത്താത്രേയയെ കണ്ടത് അത് സ്വകാര്യ കൂടിക്കാഴ്ച എന്ന വിവരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അജിത് കുമാർ അറിയിച്ചിട്ടുള്ളത്. VV വിനോദ്, News 18, തിരുവനന്തപുരം. അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് K മുരളീധരൻ. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണം. പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അജിത് കുമാറിന്റെ RSS പശ്ചാത്തലം കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ട്. പൂരം കലക്കിയതുമായി ഇതിന് ബന്ധമുണ്ട്. ഇതിനായി വളരെ മുമ്പ് തന്നെ ഗൂഢാലോചന നടന്നതായി വ്യക്തമായി കഴിഞ്ഞു. അജിത്തിനെ പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രിയെന്നും K മുരളീധരൻ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര ഏജൻസികളുടെ കേസ് അന്വേഷണം ഉള്ളപ്പോൾ ഇത്തരം കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് CM RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അറിവോടെയെങ്കിൽ എന്തുകൊണ്ട് വിശദീകരണം ചോദിച്ചില്ല? BJPയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പൂരം കലക്കൽ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ RSS നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ, അതിൻ്റെ പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന ശ്രീ ബാലശങ്കർ, മലയാളിയായ ബാലശങ്കർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ഉം BJPയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ. RSSന്റെ ഉന്നതനാണ് ബാലശങ്കർ, വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ 2 കൊല്ലം മുമ്പ് BJPയും CPM-ഉമായിട്ടുള്ള ഒരു അവിഹിതമായ ഒരു ബാന്ധവമുണ്ട്. അത് ഈ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക പ്രിവിലേജ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാന്ധവം, ഈ ഒരു ബന്ധമാണ് പിന്നെ പൂരം കലക്കലിലേക്ക് പോയത്. BJPയെ തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. ADGP RSS കൂടിക്കാഴ്ച ദുരൂഹമെന്ന് KC വേണുഗോപാൽ. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. RSSുമായി ചങ്ങാത്തമുണ്ടാക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇടനിലക്കാരനായി എന്നും വേണുഗോപാൽ ആരോപിച്ചു. ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ സംഭവം. കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നിയമസമാധാന ചുമതലയുള്ള കേരള പോലീസിൽ കേരള ഗവൺമെന്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് RSS നേതാവിനെ കണ്ടു? അത് വ്യക്തമാക്കണം. അതിന് കാരണം അതിനകത്ത് യാതൊരു വിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല ഞങ്ങളെ കണ്ടു, ഇന്ന കാര്യത്തിലാണ് കണ്ടത്? അപ്പോൾ എന്തോ ഒളിച്ചു വെക്കുന്നതല്ല, വ്യക്തമല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് RSSുമായി ചങ്ങാത്തമുണ്ടാക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അജിത് കുമാർ മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള പാലമാണ് എന്ന് രമേശ് ചെന്നിത്തല. ADGP എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കണം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് സുരേഷ് ഗോപിയെ സഹായിക്കാനാണ്. കൂടുതൽ വ്യക്തമാകുന്നത് BJP-CPIM ബാന്ധവമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയന് ധാർമ്മിക അവകാശമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. RSSും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമാണ് MR അജിത് കുമാർ. ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി RSS നേതാവുമായി 1 മണിക്കൂർ ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? അപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയിട്ടുള്ള ഒരു സന്ദർശനമാണ്. ഇത്രയും ദിവസമായിട്ടും ഇത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാത്തത്? ADGPയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വേണ്ടി BJPയുമായി സംഭാഷണം നടത്തുന്ന, ധാരണയുണ്ടാക്കുന്ന ADGP ആയതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്?
തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ രഹസ്യധാരണയാണ്. ഈ രഹസ്യധാരണയുള്ളതുകൊണ്ടാണ് BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായി തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾ, അഴിമതികൾ, അതിന്റെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും ധാരാളം അഴിമതിയും കൊള്ളകളും ഇനിയും പുറത്തു വരാനുണ്ട്. അതിന് വരും ദിവസങ്ങൾ പുറത്തു വരികയും ചെയ്യും. ADGP CPIM നേതാവല്ല, എത്രയോ ഉദ്യോഗസ്ഥർ ഒറ്റയ്ക്ക് ആരെയൊക്കെ കാണാൻ പോകുന്നുവെന്ന് മന്ത്രി MB രാജേഷ്. എല്ലാം അന്വേഷണത്തിൽ വരുന്നുണ്ട്. വലിയ ഗൂഢാലോചനയിൽ നിന്നുള്ള ആസൂത്രിതമായ പ്രചാരമാണിത്. മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 2 കോടി വിലയിട്ടത് RSS ആണ് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ശത്രുവാണ് RSS എന്നും രാജേഷ് പറഞ്ഞു. ADGP CPM നേതാവല്ലെന്നേ. എത്രയോ ഉദ്യോഗസ്ഥന്മാർ നോക്കൂ, അല്ല എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യമില്ല. ഇപ്പം അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ആസൂത്രിതമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വളരെ വലിയ ഗൂഢാലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള പ്രചരണമാണ്, സംഘടിതമായ. അത് നടക്കട്ടെ, ഞങ്ങളതിനെ നേരിട്ടുകൊണ്ട് പോകും. ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 2 കോടി വിലയിട്ടത് RSS ആണ്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ, അത് ഓർക്കണം. അത് അടുത്ത കാലത്താണല്ലോ. ഇടവേള. എന്നുള്ളതാണ് ഏറ്റവും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞുകൊടുത്തത് MR അജിത് കുമാർ എന്ന് കേസിലെ മറ്റൊരു പ്രതിയായ സരിത്തിന്റെ നിർണായക വെളിപ്പെടുത്തൽ. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബാംഗ്ലൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ അജിത് കുമാറിന് പങ്കുണ്ട്. അതിർത്തി വഴികളിലൂടെ ബാംഗ്ലൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് MR അജിത് കുമാറാണ്. എന്തു പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത് സഹായിക്കുമെന്ന് ശിവശങ്കർ അറിയിച്ചിരുന്നു. 2022 ജൂൺ 8 തന്നെ പിടിച്ചുകൊണ്ടുപോയ സംഘം സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ അറിയാനാണ് ഉപദ്രവിച്ചത്. പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റു ഉദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തി. ഇഡിക്കെതിരെ പരാതി എഴുതി നൽകിയില്ല എങ്കിൽ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ കുടുക്കുമെന്ന ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും സരിത്തിന്റെ വെളിപ്പെടുത്തൽ. ശിവശങ്കർ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് പറഞ്ഞിട്ട് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ്. ഈ MR അജിത് കുമാർ സാർ ആ സമയത്ത് ADGP ആയിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം അപ്പോഴും ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ അറസ്റ്റ് ആവുന്ന സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ഓക്കെ. ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളൂ എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും. ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, അജിത് കുമാറിനെ കൊണ്ട് ഞാൻ എല്ലാ സോൾവ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ എന്നായിരുന്നു ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അതെ. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്ന ശേഷം ഞാൻ കസ്റ്റഡിയിൽ പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സമയത്ത് പ്ലീസ് ജസ്റ്റ് ലിസൺ. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിൽ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിനെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി, അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം.
നിങ്ങൾ ഈ പോകുന്ന വഴി, നിങ്ങളല്ല, സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് സാർ ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിൽ റിസോർട്ട് വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാർ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളും. നിങ്ങളുടെ നിങ്ങളൊരു വക്കീലുണ്ട്, ആ സമയത്തിന് വക്കീൽ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കിക്കിട്ടുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ലേബൽ അല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം അവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ സ്വപ്നയും. മനസ്സിലായി. അതെ. അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീൽ കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയി. ഇല്ല, ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ, പുള്ളിയെ കൊണ്ടുപോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപ് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇപ്പോൾ എ വിജയരാഘവൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കളവുകൾ പ്രചരിപ്പിക്കുക, എന്തെല്ലാം കളവുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വർഗീയതയോടുള്ള ഞങ്ങളുടെ സമീപനമാണോ കോൺഗ്രസിന്റെ സമീപനമാണോ നമ്മുടെ ജനങ്ങളുടെ മുന്നിലുള്ളത്? ഇപ്പോഴും മുസ്ലിം വർഗീയവാദത്തെ മുഴുവൻ സ്വന്തം കക്ഷത്തിൽ വെച്ചിരിക്കുക സതീശൻ. എല്ലാ മുസ്ലിം മത വർഗീയവാദികളും മുസ്ലിം മതമൗലികതാവാദികളും സതീശന്റെ കക്ഷത്തിരിക്കുന്നുണ്ട്. അവരെ കക്ഷത്ത് വെച്ചിട്ട് അവിടെ ഈ ഗിരിപ്രഭാഷണം നടത്തുന്നത്. അപ്പം ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പല അപവാദ പ്രചരണങ്ങൾ തുടർച്ചയായിട്ട് അവർ നടത്തി പോരാറുണ്ട്. നേരത്തെ ലാവ്ലിന്റെ വിഷയത്തിൽ അത് നടത്തിയിരുന്നു. എ വിജയരാഘവനാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. വർഗീയ ശക്തികളോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയിട്ടുള്ളത് ആരാണ് എന്ന് പൊതുസമൂഹത്തിന് അറിയാം. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും വർഗീയ ശക്തികളെ, മുസ്ലിം വർഗീയ ശക്തികളെ അടക്കം കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നുകൂടിയാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. സ്വപ്നയെ കേരളം വിടാൻ സഹായിച്ചത് ADGP അജിത് കുമാർ ആണ് എന്നതിൽ അന്വേഷണം വേണമെന്ന് PV അൻവർ MLA ആവശ്യപ്പെട്ടു. ഞാൻ അന്വേഷണത്തിന് പോകണം. അല്ല, അത് അന്വേഷിക്കണം. അജിത് കുമാറിന് അങ്ങനെ പലതും ഉണ്ടാവും, അത് അന്വേഷിക്കണം. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ PV അൻവർ MLAയുടെ മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. തൃശൂർ DIG ആണ് മൊഴിയെടുക്കുന്നത്. അതേസമയം പുതിയ ആരോപണവുമായി PV അൻവർ രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട് എന്നാണ് ആരോപണം. പ്രതിപക്ഷ നേതാവും ADGPയും തമ്മിലും ബന്ധമുണ്ട്. പുനർജനി കേസ് അട്ടിമറിക്കപ്പെട്ടു. പുനർജനി കേസ് EDക്ക് വിടട്ടെ എന്ന് പറയാൻ VD സതീശന് ധൈര്യമുണ്ടോ? പോലീസിലെ 10% ക്രിമിനലുകൾ ആണ് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ EDക്ക്, എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട്, ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല, ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല, ED അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ. എന്താ എഴുതി കൊടുക്കാത്തത്? വെല്ലുവിളിക്കുന്നു. പിണറായിയെ പേരിൽ ഈ RSSനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക. ഒന്ന് എഴുതി കൊടുക്കട്ടെ, പുനർജനി കേസ് ED അന്വേഷിക്കണമെന്ന്. അത് തന്നെയാണ് വിഷയം. 16 വർഷം പഴക്കമുള്ള പീഡന പരാതിയിൽ പോലീസ് FIR ഇട്ടു. വീട്ടമ്മയുടെ പരാതിയിൽ പോലീസിനെതിരെ എന്തുകൊണ്ടാണ് ബലാത്സംഗ പരാതിയിൽ FIR എടുക്കാത്തത് എന്നും PV അൻവർ ചോദിക്കുന്നു. മുകേഷിനോട് പോലീസ് വിവേചനം കാണിച്ചുവെന്നും PV അൻവർ ആരോപിച്ചു. അൻവറിന്റെ ആരോപണത്തിന് താൻ എന്തു മറുപടി തരണമെന്ന് VD സതീശൻ. പുനർജനി കേസിൽ ED അന്വേഷണം നടക്കുകയാണ്. 150 കോടിയുടെ അന്വേഷണം വേണമെങ്കിലും അൻവർ നടത്തട്ടെ എന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ അതിനൊക്കെ മറുപടി പറയണം. ഒന്നാമത്തെ കാര്യം, പുനർജനി കേസിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിലെ പരാതിക്കാരനെ 3 പ്രാവശ്യം വിളിപ്പിച്ചില്ലേ?
ആ പരാതിക്കാരൻ അകത്തേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ED ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് ബൈറ്റ് തന്നിട്ടില്ല, അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി അൻവർ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു. 150 കോടി രൂപ ഞാൻ മറ്റേ മീൻ വണ്ടിയിൽ കൊന്നു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ED അന്വേഷിച്ചോട്ടെ. അൻവർ ഒരു പരാതി EDക്ക് കൂടി കൊടുത്തു, അതും ED അന്വേഷിച്ചോട്ടെ. ഇത് മാത്രമല്ല, ഇത് അന്വേഷിക്കുന്നുണ്ട് ED, അതുകൂടി അന്വേഷിച്ചോട്ടെ. 150 കോടിയുടെ ആരോപണം കൂടി ED അന്വേഷിച്ചോട്ടെ. നിവിൻ പോളിക്കെതിരായ പരാതി നൽകിയ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുന്നത്. രാവിലെ 9 മണിക്ക് പരാതിക്കാരിയെ വിളിച്ചു വരുത്തിയിരുന്നു. ഇപ്പോഴും മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. 21ാമത് മണപ്പുറം മിന്നലെ മീഡിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ഇന്റർവ്യൂവർക്കുള്ള അവാർഡ് ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് ഏറ്റുവാങ്ങി. കൊച്ചിയിലെ ലേ മെറിഡിയനിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ റോയ് മണപ്പള്ളിൽ, പെഗാസസ് ചെയർമാൻ ഡോക്ടർ അജിത് രവി, ഡോക്ടർ പി കൃഷ്ണദാസ് എന്നിവർ ചേർന്ന് പുരസ്കാരം വിതരണം ചെയ്തു. Very pleasant face that we're used to seeing on television. Hearty congratulations to you. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവ പത്ത 7000 രൂപയായി ഉയർത്തി. പെൻഷൻകാർക്ക് 2500 രൂപയും ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം യഥാക്രമം 6000 രൂപ, 2000 രൂപ എന്നിങ്ങനെയായിരുന്നു ഉത്സവ പത്ത അനുവദിച്ചത്. 35,600 ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും 7009 പെൻഷൻകാർക്കുമായി 26.67 കോടി രൂപയാണ് ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവൻ 53,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാം 5540, പവൻ 44,320. വെള്ളി ഗ്രാം 88, കിലോ 88,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.